അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നാണ് ഹാദിയുടെ കേസിൻ്റെ ദിവസം. 10:30 അതാ കോടതിയിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹാദിയെ സുരക്ഷിതമായി അവിടെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ആഷി ഉസ്താദ് ഒരുങ്ങുകയാണ്. എന്നാൽ ഈ സമയം ഹാദിയുടെ വീട്ടിൽ നിന്ന് പോകുന്ന വഴികളിൽ അതാ ജസീറിൻ്റെ ആളുകൾ അവിടെ കാവലിരിക്കുന്നു. പല പല വാഹനങ്ങളിൽ ഒന്നും അറിയാത്ത രീതിയിൽ ഹാദിയയുമായി ആ കാർ അതിലെ പോവുകയാണെങ്കിൽ തീർച്ചയായും അത് പിടിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ അവളെ തട്ടിക്കൊണ്ടു പോകുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജസീർ പല തന്ത്രങ്ങളും മെനഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും അറിഞ്ഞില്ല ആഷി ഉസ്താദിൻ്റെ വീട്ടിലാണ് ഹാദിയ എന്നുള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നിപ്പോൾ വളരെയധികം വേദനാജനകമായ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഞാൻ ഈ സ്റ്റോറി പറയുന്നതിനിടയിലും അതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. റബ്ബേ, നമ്മുടെ പെൺമക്കൾ, ആൺമക്കളായാലും പെൺമക്കളായാലും നമ്മൾ നല്ല രീതിയിൽ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. പല പല കുട്ടികൾക്കും ഈ റിലേഷൻഷിപ്പ്, ബെസ്റ്റി, അതുപോലെ തന്നെ എന്താ പറയുക, ലവർ, അങ്ങനെയൊക്കെ പല പേരിലും എല്ലാവരും ഭയങ്കരമായിട്ട് ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേടില്ല. പഴയ കാലത്തൊക്കെ സ്കൂളിൽ വെച്ച് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. പഠിച്ചവനെ ആരെങ്കിലും കാണുമോ, കണ്ടാൽ പ്രശ്നമാവുമോ, അത്രക്കും പേടിച്ചു കൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പേടിയില്ല. എല്ലാവരും ഇടപഴകിയിട്ടാണ്. പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു പെൺകുട്ടി രാവിലെ സ്കൂളിലേക്ക് പോയത് സ്കൂളിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ സാധാരണ രീതിയിൽ ലീവ് എടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പക്ഷേ ടീച്ചർ വിളിച്ച് ചോദിച്ചിട്ടും ഉണ്ടാവില്ല ലീവ് സാധാരണയായിട്ട് എടുക്കുമ്പോൾ. ഇതിപ്പോൾ ഒരിക്കൽ പോലും അങ്ങനെയുള്ളൊരു സിസ്റ്റമൊക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ അവൾ വീട്ടിലെത്തിയിട്ടില്ല, എന്തെങ്കിലും ആബ്സെൻ്റ് കണ്ടാൽ അപ്പോൾ വിളിച്ച് ചോദിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഒരു പക്ഷേ അപ്പോൾ തന്നെ ആ കുട്ടിയെ തിരച്ചിൽ തുടങ്ങാം. ഇത് രാവിലെ വീട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്ത് പറഞ്ഞയച്ചതാണ് കുട്ടിയുടെ മാതാവ്. എന്നാൽ സ്കൂളിലേക്ക് എത്തിയിട്ടുമില്ല. എന്നാൽ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ അങ്ങനെ പോയിട്ടുണ്ടാവും. ഒരു പക്ഷേ എന്താ സംഭവിച്ചതറിയില്ല. 16 വയസ്സുള്ള ഒരു ചെക്കനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവളെ കൈകൾ കെട്ടിയിട്ടിട്ട് ബലാത്സംഗം ചെയ്ത് കഴുത്ത് നെരിച്ച് കൊന്നു. ഒരു പക്ഷേ പറയും, ഞാൻ ഇത് വീട്ടിൽ പറയുമെന്നെങ്ങാനും പറഞ്ഞപ്പോൾ കൊന്നതാകാനാണ് ചാൻസ്. ആയിരിക്കും, അത് ഉറപ്പായിരിക്കും, എന്താ അറിയില്ല. ഇതിനു മുമ്പ് ഇപ്പോൾ ഷഹബാസ് എന്ന് പറഞ്ഞ ഒരു ആ കുട്ടിയെ തല്ലിക്കൊന്നില്ല ഫ്രണ്ട്സുകളെല്ലാവരും കൂടിയിട്ട്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ജയിലിൽ ഇപ്പോഴും തടവിലിടേണ്ടതായിരുന്നു. പക്ഷെ അവരൊക്കെ വെറുതെ വിട്ടു. ആ കുട്ടികൾക്കെല്ലാം എക്സാം എഴുതാനുള്ള അവസരം കൊടുത്തു. അങ്ങനൊന്നും ഒരിക്കലും കൊടുക്കാൻ പാടില്ല. കുറച്ച് കാലം അവർ അനുഭവിച്ചെങ്കിൽ മാത്രമേ പിന്നെയുള്ള കുട്ടികൾ ഇത് പഠിക്കുള്ളൂ അല്ലേ. പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി എന്തൊക്കെ തന്നെ ആട്ടിയാലും നമ്മളെ ജയിലിലൊന്നും ഇടൂല, നമ്മളെ ശിക്ഷിക്കൂലേ, നമ്മളെ ഉപദേശിച്ച് വിടും. കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടികളല്ലേ എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പ്രയാസമാണ്. കാരണം അവർക്കും അറിയാത്തതായിട്ട് ഒന്നുമില്ല. പോരാത്തിന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ എല്ലാം ഉണ്ടാവും. അവരൊന്നും ആ കൂട്ടത്തിലേ പെടുത്താൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ തന്നെയാലും പ്രായപൂർത്തിയാവാത്തവരെ അവരെന്താ ജയിലിലടക്കൂല, ശിക്ഷിക്കൂല. അങ്ങനെ അവർ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ പോകും. പിന്നെയും അവർക്ക് പേടില്ല. ഷഹബാസിനെ കൊന്ന ആ കുട്ടികളുടെയൊക്കെ അവസ്ഥ തന്നെയല്ലേ. ആ കുട്ടി മണ്ണിനിടയിൽ, ആ വീട്ടുകാർക്ക് എത്ര സങ്കടം ഉണ്ടാവില്ലേ. പൊന്നു മോനെ തല്ലിക്കൊന്നതല്ലേ ഫ്രണ്ട്സുകൾ കൂടിയിട്ട്. എന്നാൽ ഈ ഒരു പൊന്നുമോൾക്കും അതേ ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ആ 16 വയസ്സുകാരനെ അവളെ കൊന്നിക്കുക, എന്താല്ലേ വല്ലാത്തൊരു വിഷമട്ടെ കേട്ടപ്പോൾ. മനസ്സിന് നമുക്കൊക്കെ മക്കളിലല്ല, നമ്മുടെ മക്കളൊക്കെ ആലോചിച്ച് പോവുകയാണ്. കാരണം ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല. ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെയാണല്ലോ സംഭവം നടന്നിട്ടൊക്കെ ഉള്ളത്. ഏതായാലും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ മക്കളൊക്കെ നേരം വെളുത്താൽ പോകണോലാണ്, തിരിച്ചു വരുമോ എന്തോ ഏതോ ഒന്നും അറിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ റബ്ബേ, ആമീൻ. അവൻ തന്നെ കുറ്റിക്കാട്ടിൽ ആ പെണ്ണുള്ളതായിട്ട് ആദ്യം പറഞ്ഞതാണല്ലോ ഇവന് ചോദ്യം ചെയ്തപ്പോൾ ട്രെയിൻ തട്ടിയതായിരിക്കുമെന്ന്. പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. ഏതായാലും നല്ല രീതിയിൽ ശിക്ഷ കൊടുക്കട്ടെ. അല്ലാതെ 16 വയസ്സായതുകൊണ്ട് ശിക്ഷ കിട്ടാനും ചാൻസ് ഇല്ല. പക്ഷേ അറബ് നാട്ടിൽ സൗദിയിലെ നിയമങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഒരുവിധം കൊലപാതകങ്ങളും കാര്യങ്ങളൊന്നും നടക്കൂല.
കാരണം അവിടെ എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര നിയമത്തിന് ഭയങ്കര പവറാണ്. ആ ഒരു പവർ അനുസരിച്ച് ചെയ്യുള്ളൂ. നമ്മുടെ നാട്ടിലതുപോലെയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കുറ്റവാളികളും പിടിച്ചുപറിക്കാരും എല്ലാം പെരുകയാണല്ലോ. അവിടെ ഗൾഫ് നാടുകളിലൊക്കെ വെച്ചാൽ അവിടെ ആ ഒരു എന്താ പറയുക, അവിടുത്തെ ആ റോഡിലെ അച്ചടക്കം, ആ വാഹനങ്ങൾ പോകുന്ന രീതി, അതൊക്കെ പ്രത്യേകമായിട്ടൊരു ഭംഗി തന്നെ കാണാൻ കേട്ടോ. കാരണം അവിടെ ഒരു നിയമം തെറ്റിച്ചാൽ വലിയ ഫൈനാണ്. അതുകൊണ്ട് എല്ലാം അതിനനുസരിച്ച് നടക്കും. നമ്മളെ നാട്ടിലൊക്കെ എന്താ അവസ്ഥ? എന്തൊക്കെ തന്നെയാലും സൗദിയിലെ നിയമമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇനി ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടക്കുമായിരുന്നില്ല എന്നാണ്. കൈകളൊക്കെ കെട്ടിയിട്ട് കണ്ട് അതിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ റബ്ബേ, എന്താണ് മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്, വല്ലാതെ വിങ്ങിപ്പൊട്ടാണ്. നമ്മുടെ സ്റ്റോറികളിലും ഇതിലൊക്കെ ഉണ്ടാകുന്ന കഥകൾ അതൊക്കെ ഇങ്ങനെയുള്ള അനുഭവ കഥകൾ തന്നെയാണ്. ഒരിക്കൽ പോലും ഒന്നും കെട്ടുകഥകളല്ല. എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ കഥയിലേക്ക് പ്രവേശിക്കട്ടോ. പലർക്കും ഇത് കേട്ടപ്പോൾ ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ. ആ കുട്ടിയുടെ പിതാവ് പൊട്ടി കരയുന്നൊരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നെഞ്ച് പൊട്ടിപ്പോയി. അത് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കാമായിരുന്നു. എന്നെ അറിഞ്ഞല്ലോ, മോള് സ്കൂൾക്കല്ലേ പോയത്. നമ്മോട് പ്രണയം നടിച്ചും നമ്മളോട് സ്നേഹം. ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ പഴയ കാലത്തുള്ള പ്രണയങ്ങൾ കാര്യങ്ങളല്ല. ഇപ്പോൾ എല്ലാവരുടെയും ചിന്ത വേറെയാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മനസ്സിനെ സ്നേഹിക്കുക അങ്ങനത്തെ. പക്ഷേ ഇപ്പോഴത്തെ പ്രണയം എന്ന് വെച്ചാൽ ഒരിക്കലും സ്നേഹിക്കാനല്ല, അവർക്ക് വേണ്ടത് മറ്റു പലതുമാണ്. അതെ, അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും റബ്ബേ നീ കാത്തു രക്ഷിക്കേ. ഇനിയും ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വരുമായിരിക്കും. ഇനി അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഒക്കെ അറിയാം. എന്തായാലും കസ്റ്റഡിയിലുണ്ടല്ലോ ആ കക്ഷി. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഹാദിയെ കൊണ്ടുപോകണം. അതെ, അതിനുവേണ്ടി ആഷി ഉസ്താദ് ഒരുങ്ങുകയാണ്. ഉമ്മ, ആ മോനെ, സമയമായോ? ആ ഉമ്മ, എന്നേ പോയിട്ട് വരാം. പിന്നെ വഴിയിൽ വെച്ച് സഫീർ കയറും വണ്ടിയിൽ, ഇൻഷാ അല്ലാഹ്. മോനെ ശ്രദ്ധിച്ചു പോകണേ മോനെ. ഏയ് ഉമ്മ ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ അതാ അവളുടെ ഉമ്മാക്കും വിളിച്ചു പറയുന്നു, ഉപ്പാക്കും. ഉപ്പാ, ഉമ്മ, ഞാൻ കോടതിയിൽ പോവാണ് കേട്ടോ. പൊന്നു മോളെ, എൻ്റെ കുട്ടി ഇവിടുന്ന് രക്ഷപ്പെട്ടത് നന്നായി. എന്താ ഉമ്മ? അത് അവൻ ഇളകി വന്നിരുന്നു എന്നെ കൂട്ടിക്കൊണ്ടു പോവാനേ. എന്തൊക്കെയോ പറഞ്ഞ് പോയിട്ടുണ്ട്. മോളെ എന്താ ചെയ്യുക, അവൻ്റെ ഈ രീതിയിലുള്ള സ്വഭാവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ലതാണെന്ന് വിചാരിച്ചിരുന്നു മോളെ. ഇപ്പോഴല്ല മനസ്സിലായത് ഉമ്മ. ഏതായാലും പഠിച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇവിടെ എത്തിയല്ലോ. ഉമ്മ അങ്ങനെ ഉപ്പാനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല മോളെ, അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിന്നെയാണ് അവൻ്റെ ലക്ഷ്യം, നിന്നെ കാത്തിരിക്കുകയാണ് മോളെ. വൈകാതെ തന്നെ നമുക്ക് ഈ ബന്ധം അങ്ങോട്ട് വേർപ്പെടുത്തിയിട്ടേ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഫ്രീ ആക്കാം. അല്ല ഞാലേ അവന് ഭാര്യ എന്ന് പറഞ്ഞ് നടക്കണേ. എൻ്റെ കെട്ടിയോളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഉമ്മ, ഇല്ല ഉമ്മ, ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ചിന്തയെ എനിക്കില്ല. എനിക്ക് അദ്ദേഹത്തിനോട് കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു സന്തോഷവും ഉണ്ടായിട്ടില്ല ഉമ്മ. ഇനിയും എന്നെ ഇല്ല മോളെ, പെട്ടെന്ന് ബന്ധം ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് അവനൊരിക്കലും ഡൈവേഴ്സ് തരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് നമ്മളുടേതായിട്ട് ഒഴിഞ്ഞു പോകണം. അല്ലെങ്കിലേ എൻ്റെ റബ്ബേ, വല്ലാത്തൊരു കെണിയിലാണ് പെട്ടുപോയത്. നമ്മൾ നല്ലതെന്ന് കരുതി, പക്ഷേ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഓരോ ആളുകൾ. പെട്ടെന്ന് അതാ ആഷി ഉസ്താദ്, ഹാദി പോയാലോ, ടൈമായില്ലേ? ആ ഉമ്മ, എന്നാൽ ശരി കേട്ടോ, പോയിട്ട് വരട്ടെ. അല്ലാ പഠിച്ചോനെ, ഒക്കെ വിജയിക്കണേ അല്ലാ. ഉപ്പ, മോളെ, ഞാനും വരട്ടെ? വേണ്ടുപ്പ, ഉപ്പയൊന്നും വരണ്ട. എന്നെ തൽക്കാലം ഒരു തെളിവിന് വേണ്ടി മാത്രമാണ്. അതുവരെയും ഞാൻ ആ കാറിൽ തന്നെ ആയിരിക്കും ഉപ്പ. അവർ തെളിവ് ആവശ്യപ്പെടുമ്പോഴാണ് എന്നെ അങ്ങോട്ട് പുറത്തിറക്കുക. ഉപ്പ, ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഉപ്പ. ഞാൻ ഈ നിലയിൽ നിന്ന് ഇങ്ങനെയായില്ലേ. ഇനി ഉപ്പ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അങ്ങനെ അതാ ആഷി ഉസ്താദിൻ്റെ കാറിൽ ഹാദിയായെ കയറ്റുന്നു. ഒരിക്കൽ പോലും ഹാദിയ കോടതിയിലേക്ക് വരരുത് എന്നായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്. അതായത് ജസീർ. അവൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ കള്ളിയും പുറത്താകും. അവൾ കാലൊടിഞ്ഞ് കിടക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. അവൾക്കൊരിക്കലും എഴുന്നേൽക്കുവാൻ കഴിയില്ല. അതാണ് അവളെക്കുറിച്ച് പറയാനുള്ളത്. എന്നാൽ അന്ന് കോടതിയുടെ സമയമായി തുടങ്ങി. എല്ലാവരും അതാ കോടതിയിലേക്ക് പോയി തുടങ്ങി.
ജസീറിനെ പേടിച്ചിട്ട് തന്നെ ഹാദിയുടെ ഉപ്പയും ഉമ്മയും ഒന്നും ആ വഴിക്കേ പോയില്ല. കാരണം അവനൊന്നിനും മടിക്കാത്തതാണ്. അവന് ജീവന പേടിയില്ല. അത് മാത്രമല്ല, അവൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളും ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ആഷി ഉസ്താദിൻ്റെ കാറിൽ ഹാദിയ കയറി പോകുന്നു. ഏതായാലും ഹാദിയുടെ വീട്ടിൽ നിന്നുള്ള വഴിയല്ല, ആഷി ഉസ്താദിൻ്റെ വേറെ വഴിയായതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് ജസീറിൻ്റെ ആളുകൾ ഇല്ല എന്നാണ് അവർ ഉറപ്പിച്ചിരുന്നത്. സഫീറും എല്ലാവരും അറിയുന്നിടത്തല്ല താമസിക്കുന്നത്. അവനും കുറച്ച് ആരും അറിയാത്തൊരിടത്താണ്. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജ്യേഷ്ഠൻ തന്നെ ഉപദ്രവിക്കും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ. കോടതിയുടെ സമയമായി. ജസീറും കോടതിയിലെത്തിയിട്ടുണ്ട്. അവൻ്റെ വക്കീലും അതാ നിറഞ്ഞ ഗമയോടുകൂടി അതാ അങ്ങോട്ട് വന്നു. എന്നാൽ ഹാജരാകുവാൻ വേണ്ടി സഫീർ ഇതുവരെ എത്തിയിട്ടില്ല. കോടതിക്ക് മുമ്പാകെ അവർ ഹാജരാകണം, അതാണ് നിയമം. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അതാ ഹാദിയയും ആഷി ഉസ്താദും സഫീറും എത്തിക്കഴിഞ്ഞു. ഹാദിയ കാറിൽ നിന്ന് ഇറങ്ങിയില്ല. സഫീറിനെ കണ്ടപ്പോൾ ജസീർ കളിയാക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഓ, ജയിലിൽ കയറാൻ റെഡിയായി നിന്നോ? എന്താ നീ കരുതിയത്? എല്ലാം എൻ്റെ തലയിലങ്ങ് കെട്ടിവെക്കാന്നല്ലേ? ഒരിക്കലും നടക്കില്ല. പണം കൊടുത്തിട്ട്, അതെ, അത്യധികം പണം കൊടുത്തിട്ടാണ് ആ ഒരു വക്കീലിനെ ഇറക്കിയിട്ടുള്ളത്. ജസീർ കേസിൽ വിജയിച്ച് സഫീർ തോറ്റ് ജയിലിലേക്ക് പോകും എന്നാണ് അവൻ ആഗ്രഹിക്കുന്നതും. ഇടയ്ക്കിടെ ജസീർ ഫോൺ ചെയ്യുന്നുണ്ട്. എന്തായി, അതുവഴി ആരെങ്കിലും കടന്നു വന്നോ എന്നുള്ള രീതിയിൽ. ഇല്ല, ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ വീടിൻ്റെ ഗേറ്റ് വരെ തുറന്നതായിട്ട് കണ്ടിട്ടില്ല. ഓ, എന്നാ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും പേടിക്കണം. കാഞ്ഞ ബുദ്ധിയുള്ള ടീമാണ് അത്. അങ്ങനെ വിട്ടാൽ പറ്റില്ല. നല്ലോണം ശ്രദ്ധ വേണം. നിങ്ങൾക്കുള്ള ക്യാഷ് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരും. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കറക്റ്റ് രീതിയിൽ ചെയ്യുക, അതേ എനിക്ക് പറയാനുള്ളൂ. ജസീർ അവർക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അതെ, ശരിക്കും സഫീറിനെ കണ്ടപ്പോൾ ജസീറിൻ്റെ കളിയാക്കുന്ന മട്ട്. വക്കീൽ അതാ പറഞ്ഞു, അതല്ലേ മൂപ്പര്, അനിയനാണ് പോലും. അതെ, ചതിയനായ അനിയൻ. വക്കീലിൻ്റെ ചെവിയിൽ അവൻ ഒരു സ്വകാര്യം പറഞ്ഞു. എന്നാൽ അതാ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സഫീറിൻ്റെ ഭാഗത്തുള്ള വക്കീൽ റിസ്വാന എത്തിയിട്ടില്ല. ഒരു നിമിഷം ആ വക്കീലും ജസീറും അവനെ കളിയാക്കിക്കൊണ്ട്, എന്താണോ ആരുമില്ല, തെളിവുമില്ല, വക്കീലുമില്ല, എന്താ വെറുതെ എന്തിനാ നിൽക്കുന്നത്? നേരിട്ട് ഡയറക്റ്റ് കയറിപ്പോയിക്കൂടെ? വെറുതെ ഇവിടെ നിന്നുകൊണ്ട് എന്ത് കാര്യത്തിനാ? സഫീർ ഒന്നും മിണ്ടിയില്ല. തൻ്റെ ജ്യേഷ്ഠൻ തന്നെ ഇത്രമാത്രം ചതിക്കുമെന്ന് ഓൻ ഒരിക്കലും വിചാരിച്ചതുമില്ല. കേസ് വാദിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് നിങ്ങൾക്കുള്ള പരാതി? ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എൻ്റെ കക്ഷി ബോധിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് സഫീർ എന്ന പേരുള്ള ജസീറിൻ്റെ അനിയൻ, അതായത് എൻ്റെ അനിയൻ, അവൻ തൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചു. അതുമാത്രമല്ല, അവളെ ഇഷ്ടമില്ലാത്ത രീതിയിൽ കടന്നു പിടിക്കുവാൻ ശ്രമിച്ചു. കടന്നു പിടിച്ചു. പിന്നീട് അവൾക്ക് നിയന്ത്രണം വിട്ടു. അവന് തിരിച്ച് ശകാരിച്ചപ്പോൾ അവന് ദേഷ്യം കൂടി. അവൾ പോകുന്ന കോളേജിലേക്ക് പോകുന്ന വരുന്ന വഴിയിൽ അവൻ ലോറിയുമായി കാത്തിരുന്നു. അവളുടെ പിന്നാലെ ഫോളോ ചെയ്ത് അവളെ ഇടിച്ചു കൊല്ലണമെന്നുള്ള ആ ഒരു നിയത്ത് മാത്രമായിരുന്നു. പക്ഷേ അവൾ മരിച്ചില്ല. കൈകാലുകൾ ഒടിഞ്ഞ് തലക്കും വെളിവില്ലാതെ കിടക്കുന്ന അവസ്ഥയിലാണ് അവളിപ്പോൾ. അതുകൊണ്ട് അത്രക്കും വലിയ ക്രൂരകൃത്യം ചെയ്ത അവൻക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എൻ്റെ കക്ഷി പറയുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്താണ് എതിർകക്ഷിക്ക് പറയുവാനുള്ളത്? സർ, ഞാൻ ഈ പറഞ്ഞതെല്ലാം തെറ്റാണ്. ഇതൊരിക്കൽ പോലും ഞാൻ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാനത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ വീണ്ടും പുതിയ കേസുകൾ. എന്താണ് കോടതിയിൽ വെച്ച് തർക്കുത്തരം പറയുന്നോ? പറഞ്ഞാൽ കേട്ടാൽ പോരെ? സഫീർ ഒന്നും മിണ്ടാതെ അക്ഷമനായി നിന്നു. അതെ, അപ്പോൾ ഈ ഒരു ആൾ കുറ്റവാളിയാണെന്ന് ആണ് ഒരു പെണ്ണിനെ കൊല്ലാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതൊരു കൊലക്കുറ്റത്തിന് കാരണമാകുക എന്നൊക്കെ പറഞ്ഞാൽ കൊന്നതിന് തുല്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് ആ കുട്ടിയോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നോ? എന്തിനു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ കുട്ടിയെ
നിങ്ങൾ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്? കോടതിയുടെ ആ ഒരു ചോദ്യം കേട്ട് ശരിക്കും അവൻ ഞെട്ടിപ്പോയി. ഏയ് ഇല്ല, ഒരിക്കലും അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് സഫീറും പറയുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ തൻ്റെ ജ്യേഷ്ഠൻ വലിയൊരു വക്കീലുമായി വന്ന് വാദിക്കുകയാണ്. എൻ്റെ ഭാഗത്ത് ആരുമില്ല. നിങ്ങൾ ആ കുട്ടിയെ ഉപദ്രവിച്ചു, കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അതിൻ്റെയൊക്കെ പേരിൽ നിങ്ങൾക്ക് തടവ് ശിക്ഷയാണ് ഉള്ളത്. ഒരിക്കലും ഒരാളെ കൊല്ലാൻ പാടില്ല. അതിനുള്ള അധികാരം നമുക്കില്ല. എന്തൊക്കെ തന്നെയായാലും അതാ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഹാദിയ കാറിൽ തന്നെയാണ്. എന്താണ് എതിർകക്ഷിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ ഈ കേസ് ഫയൽ ചെയ്യാണ്. പിന്നെ ഒരു കാര്യം, ഒരാളെയും കൊല്ലാനും ഉപദ്രവിക്കാനും ഉള്ള അധികാരം ഇവിടെ ആർക്കുമില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ തക്കതായ ശിക്ഷ ഏറ്റെടുക്കുക, ജയിലിൽ പോവുക എന്നുള്ളതാണ്. സഫീർ ഒരു നിമിഷം പടച്ച റബ്ബിനെ ഓർത്തു. അല്ലാ റഹ്മാനെ, ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലാ, എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. പടച്ച റബ്ബിനറിയാമല്ലോ എല്ലാം. ഞാൻ എന്തൊക്കെ തന്നെ ഇവിടെ വിളിച്ചു പറഞ്ഞാലും ഒരിക്കൽ പോലും എൻ്റെ ജ്യേഷ്ഠൻ സമ്മതിക്കില്ല. ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ കൂടെയുള്ള വക്കീലും അവർ വളരെയധികം സാമർത്ഥ്യക്കാർ തന്നെയാണ് റബ്ബേ. സഫീർ നിശബ്ദനായി നിന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. അതെ, ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവിടെ കിടക്കട്ടെ. എന്നാലെങ്കിലും എൻ്റെ ഉമ്മയും എൻ്റെ ജ്യേഷ്ഠനും സന്തോഷിക്കട്ടെ. കോടതിയുടെ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും അവിടെ വന്നുകൊണ്ടിരുന്നു. ഓരോന്നിനും ഉത്തരങ്ങൾ പറഞ്ഞു. പക്ഷെ വിശ്വാസമില്ല. എല്ലാത്തിനും തെളിവ് വേണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. തെളിവില്ലാത്ത സ്ഥിതിക്ക് കോടതി വിധി പ്രഖ്യാപിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതൊന്നും ശരിയല്ല, തെറ്റാണെന്നുള്ളത് കാണിക്കാൻ നിങ്ങളുടെ പക്കൽ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് കോടതിയുടെ വിധി അന്തിമമായിരിക്കും. ജഡ്ജിയുടെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം സഫീർ ഒന്നും മിണ്ടാതെ അക്ഷമനായി നിന്നു. അത് കണ്ട് ജസീറിൻ്റെ വക്കീലും അവൻ്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. കോടതി വിധി, അതെ, തനിക്ക് ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ എന്തൊക്കെ തന്നെയാലും ജയിലിൽ തന്നെയായിരിക്കും. അല്ലാതെ എന്താ റബ്ബേ. സഫീറിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. അതെ, വക്കീൽ എത്തിയിട്ടില്ല. റിസ്വാന വക്കീൽ, എന്തു പറ്റി വക്കീലിനെ? ഒരു പക്ഷെ അവൾ വന്നിരുന്നെങ്കിൽ അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ റിസ്വാന വക്കീൽ വരുമോ, തെളിവുകൾ നിരത്തുമോ? തെളിവുകൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ജസീറും ജസീറിൻ്റെ വക്കീലും അവരാകെ വഷളാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.